നമ്മുടെ CRPF-ലേക്ക് ഏകദേശം 1,33,000-ൽ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി, അറിയുന്നവരുടെ അടുത്തൊക്കെ ഒന്ന് കുറച്ച് ചോദിച്ച് നോക്കി CRPF-ലെ. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് ഞാൻ തുടക്കത്തിൽ തന്നെ ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ആധികാരികത 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇതുവരെ അങ്ങനെ അപ്ഡേറ്റ് കിട്ടിയില്ല. കാരണം ഡിപ്പാർട്ട്മെന്റിൽ വന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അറിയും. പെണ്ണിൽ വിളിക്കാൻ നിൽക്കില്ലല്ലോ. ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ, അതായത് ഡിപ്പാർട്ട്മെന്റിൽ ഈ ഒരു കാര്യം അവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വേക്കൻസി ജെനുവിൻ അല്ല എന്നും നമുക്ക്, അതായത് നിങ്ങളിപ്പോൾ മറ്റാരുടെ ചോദിച്ചാൽ ഇതിനെപ്പറ്റി ചിലപ്പോൾ അറിയാൻ പറ്റണമെന്ന് തന്നെ ഇല്ല. ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് ഇവിടെ ചോദിച്ചിട്ട് ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്തിട്ടുണ്ട്, ജെനുവിൻ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് 1 by 1 ആയിട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പ് ചാനലിലാണെങ്കിലും ഇതുപോലെ യൂട്യൂബ് ചാനലിലാണെങ്കിലും പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും, തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന ഒരു ഇൻഫർമേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ മുമ്പോട്ട് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു വേക്കൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ എന്ന് കരുതി ആധികാരികമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് അടുത്ത വർഷത്തേക്കുള്ള സംഭവമാണ്. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പം ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം നിലവിൽ എത്തണമെന്നോ കാര്യങ്ങളൊന്നോ അത് എല്ലാവരും അറിയണം എന്നുള്ള നിർബന്ധമല്ല, കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ എന്തായാലും വിവിധ സോഴ്സുകളിൽ, ജെനുവിൻ ആയിട്ടുള്ള സോഴ്സുകളിൽ ഈ ഒരു ഡാറ്റ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇത് കൂടാതെ തൊഴിൽ വീതിയിലുള്ളതാണ്. ഇത് കൂടാതെ നമ്മുടെ മനോരമേന്റെ ഒരു പേജിലൊക്കെ ഈ സംഭവം വന്നിട്ടുണ്ട്. എന്തായാലും സംഭവത്തിന്റെ ആധികാരികതയിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കിടക്കാം. തുടക്കത്തിൽ പിന്നെ നമ്മൾ ചോദിച്ചതിന്റെ ഒരു ബേസിൽ, ആ ഒരു എൻക്വയറിയും കാര്യങ്ങളും ചെയ്തതിന്റെ ബേസിൽ അത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 1,33,982 ഒഴിവുകൾ കോൺസ്റ്റബിൾ റാങ്കിലേക്ക് വരാനിരിക്കുന്നു. വിജ്ഞാപനം വരുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ തൊഴിൽ വീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്, കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗമായ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 1,33,982 ഒഴിവുകളിലേക്ക് ഉടൻ വിജ്ഞാപനമാകും എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് CRPF മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, CAPF അല്ല, CRPF മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ കാര്യങ്ങൾ മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഒഴിവുകൾ ആകും എന്ന് പറയുന്നുണ്ട്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് നമ്മുടെ SSC GD കോൺസ്റ്റബിൾ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രായപരിധി 18 to 23 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ SC STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലുള്ളവർ. ഇത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, എങ്കിലും പറയാം. കാരണം ഇത് നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ, ഇത് നോട്ടിഫിക്കേഷനിൽ വരുന്നതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. എനിവേ 5 വർഷത്തിലുള്ള SC STക്കും 3 വർഷത്തിലുള്ള OBC വിഭാഗത്തിന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്കാണ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി, അതായത് കോൺസ്റ്റബിൾ GD, നമ്മുടെ SSC GD വഴിയാണ് കോൺസ്റ്റബിൾ GD റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിഭാഗത്തിലേക്കാണ് നിയമനം. വനിതകൾക്കും അവസരമുണ്ടെന്ന് പറയുന്നുണ്ട്. പുരുഷന്മാർക്ക് ഏകദേശം 1,29,241 ഒഴിവുകളും വനിതകൾക്ക് ഏകദേശം 4,741 ഒഴിവുകളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിന് പുറമെ അഗ്നിവീറുകൾക്ക് പ്രത്യേക സംവരണം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. ഇത് മൊത്തം ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിന്റെ ഡെപ്തിലേക്ക് കിടക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ GDക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്, വീഡിയോ മുഴുവനായിട്ട് കണ്ടിരുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ റിസർവേഷൻ ഉണ്ടാകും, അഗ്നിവീറുകൾക്ക് റിസർവേഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഗ്രേഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സാലറി 21,700 മുതൽ 69,100 വരെയൊക്കെ ഇതിന്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. തെരഞ്ഞെടുക്കുന്നവർക്ക് 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡ്, ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളത് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പം പ്രധാനമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ ഇത്ര വേക്കൻസി, അതിന് മുമ്പായിട്ട് നമുക്ക് മനോരമയിൽ വന്നിട്ടുള്ള ആ ഒരു ന്യൂസ് ആർട്ടിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇത് മനോരമ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ വന്നിട്ടുള്ള ന്യൂസാണ്. അപ്പൊ അതിൽ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്, CRPF-ൽ ഏകദേശം 1,33,000-ൽ കൂടുതൽ ഒഴിവ്, അല്ലെങ്കിൽ 1,33,000 ഒഴിവ്. അതുപോലെ തന്നെ പകുതി അഗ്നിവീറുകൾക്കായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ഇവിടെ മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ സംഭവം തന്നെ എന്ത് ചെയ്യുന്നു, വിശദമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയതും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇനി നമുക്ക് വിശദമായിട്ട് തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാം. അതായത് 1,33,982 ഒഴിവുകളാണ് വരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ 1,00,000 ഒഴിവുകൾ വരികയാണെന്ന് വിചാരിക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഈ വർഷം ഉള്ളതല്ല. കാരണം ഇതിൽ അഗ്നിവീറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ ഇത് അടുത്ത വർഷത്തേക്കുള്ളതാണ്. ഇത് കൂടാതെ കഴിഞ്ഞ വർഷമേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, SSC GD കോൺസ്റ്റബിളിലേക്ക് 1.5 ലക്ഷത്തിന്റെ അടുത്ത് വേക്കൻസികൾ, 1.33 ലക്ഷം വേക്കൻസികൾ അവിടെ ഉണ്ട് എന്ന് കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ നിങ്ങൾ ആരും അതിനെപ്പറ്റി ചോദിക്കുന്ന കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടുള്ള സോഴ്സ് എന്നുള്ള വീഡിയോ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് നമുക്ക് അത്ര വിശ്വാസയോഗ്യമാകുന്നത്. ഒന്നാമത് വിശ്വാസയോഗ്യമായിട്ടുള്ള പല പ്ലാറ്റ്ഫോമിലും കാര്യങ്ങളിലും വരുന്നുണ്ട്, അതൊരു കാര്യം. അത് കൂടാതെ ഇതിനു മുമ്പ് നമ്മൾ ഒഫീഷ്യൽ രേഖ വെച്ചിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയ സമയത്ത് അങ്ങനെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റൊരു കാര്യം. അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് നമുക്കിത് വിശ്വസിക്കാമെങ്കിലും ഈ വർഷം ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത് അടുത്ത വർഷത്തേക്കുള്ളതായിരിക്കും. കാരണം അഗ്നിവീറിനുള്ളതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് അഗ്നിവീറിനുള്ള ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നത് കൊണ്ട് തന്നെ അഗ്നിവീർ അടുത്ത വർഷമേ വരുന്നുള്ളൂ. പക്ഷെ ഈ വർഷമുള്ളവർ വിഷമിക്കണം എന്നല്ല, അതിനും കൂടി ഞാനൊന്ന് സൊല്യൂഷൻ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഈ വർഷമുള്ളവർക്ക് 60,000-ൽ കൂടുതൽ ഒഴിവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രാജ്യസഭ നമ്മുടെ പാർലമെന്റിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഔട്ട് ചെയ്തിട്ടുള്ള ഒരു നോട്ടീസിന്റെ ഭാഗമായിട്ടാണ് നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഏകദേശം ഒരു 55 അല്ലെങ്കിൽ 50K വേക്കൻസീസിന്റെ അടുത്തായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വേക്കൻസി അപ്ഡേറ്റ് ആകും തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് പേര് വേക്കൻസി കൂടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കൂടാനുള്ള സാധ്യത നല്ല സാധ്യതയുണ്ട്. അത് നിങ്ങൾ വെറീഡ് ആവേണ്ട, കൂടാൻ തന്നെയാണ് സാധ്യത. ഇനി നമുക്ക് അടുത്ത വർഷത്തെ GDയിലേക്ക് കിടക്കാം. അതായത് അടുത്ത വർഷത്തെ GD കോൺസ്റ്റബിളിലാണ് ഇത് വിളിക്കാനായിട്ട് പോകുന്നത്. അതും CRPF-ൽ മാത്രമാണ് ഈ ഒഴിവുകൾ ഇത്രയും ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം ബാക്കിയുള്ള വേക്കൻസിയും കൂടി വരുന്ന സമയത്ത് 1.5 ലക്ഷത്തിന്റെ മുകളിൽ വേക്കൻസി എന്തായാലും ഉണ്ടാകും, ഇത്രയും വേക്കൻസി വരികയാണെങ്കിൽ. പക്ഷെ അങ്ങനെ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇത് മൊത്തത്തിലുള്ള വേക്കൻസി ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒന്ന് മൊത്തത്തിലുള്ള വേക്കൻസി നമുക്ക് പറയാം. ഒരു ട്രെൻഡ് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് പറയാം, ഡാറ്റ ഒന്നും എടുക്കാതെ മൊത്തത്തിലുള്ള വേക്കൻസി ആണെന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും മൊത്തത്തിൽ CAPF-ലുള്ള വേക്കൻസി എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷേ മീഡിയയിലേക്ക് വന്ന സമയത്ത് അതിൽ ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചുകൊണ്ട് ആ സുഹൃത്തും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പറയുന്നത് ഇത്രയും ഒരു ഹ്യൂജ് വേക്കൻസി എന്തില്ല, റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ഒരു ഇത് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഇത് ഫൈക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് CRPF എന്നുള്ള ചിലപ്പോൾ CAPF ആയിരിക്കാനാണ് സാധ്യത. മൊത്തത്തിലുള്ള വേക്കൻസി അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. CRPF-ൽ മാത്രം ഇത്ര വേക്കൻസി വരുമോ എന്നുള്ളത് ഇപ്പൊ ജന്തർ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ചിലർ പറയും. ആ കാരണങ്ങൾ കൊണ്ടൊക്കെ CRPF-ൽ ഇത്രയും ഫോഴ്സിന്റെ സ്ട്രെങ്ത് കൊണ്ട് സത്യമായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഇത്രയും വേക്കൻസി CRPF എന്ന് പറഞ്ഞ ഫോഴ്സിൽ മാത്രം ഒറ്റയടിക്ക് വിളിക്കാനുള്ള സാധ്യത ഇല്ല. അടുത്ത വർഷത്തേക്ക് ഇതിന്റെ ഉടനെ തന്നെ ഇതാകുന്ന പറഞ്ഞിട്ടുള്ളത്. വിജ്ഞാപനം ഉടനാകും എന്നുള്ള രീതിയിലാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ അതും കോൺസ്റ്റബിൾ GDയിലേക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിളിക്കാനുള്ള സാധ്യതയില്ല. എല്ലാ പോസ്റ്റുകളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാ CRPF, CISF, ITBP തുടങ്ങിയ എല്ലാ പോസ്റ്റുകളിലേക്കും ഇത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും വേക്കൻസി കഴിഞ്ഞ വർഷം നമ്മൾ ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ലഭിച്ചിട്ടുമില്ല ഇതുവരെ. ഇപ്പൊ നമുക്ക് 60,000-ന്റെ ഒരു വേക്കൻസി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ മെൻഷൻ ചെയ്ത് വിട്ടല്ലോ. അപ്പൊ അതിനെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് വരുന്ന സമയത്ത് എന്തായാലും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഈ ഒരു വേക്കൻസി അവിടെ ഉണ്ടായിട്ടും ഇതുവരെ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒഫീഷ്യൽ ഒരു രേഖ കിട്ടിയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് അതിന് ശേഷം ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. പക്ഷെ ഒന്നിക്കൽ അത് ഗവൺമെന്റ് പ്ലാൻ ചെയ്തതായിരിക്കും. കാരണം അഗ്നിവീർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യമുണ്ട്, അഗ്നിവീറിന് ഇത്രയും വേക്കൻസി കൊടുക്കുന്നത് മോശം തന്നെയാണ്. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റുഡൻസിന് മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെങ്കിലും ഇത് വന്ന് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് റിയലി പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു സംഭവം വരുന്നതിന് മുമ്പ് അവർ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. വരുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നത് സത്യത്തിൽ മോശമായിട്ടുള്ള കാര്യമാണ്. വന്നിട്ട് പക്ഷെ വരുന്നതിന് മുമ്പ് എല്ലാത്തിനും പ്രിവെന്റ് ചെയ്യണം, രോഗത്തിന് ആ ഒരു രീതിയിലും കാണാം. പക്ഷെ ഇതിന്റെ ബേസിൽ നമ്മൾ മറ്റൊരു രീതി ചിന്തിക്കുകയാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് മോശമായിട്ട് ബാധിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അത് റോങ് തന്നെയാണ്. പക്ഷെ ഇൻ ദി കേസ് ഓഫ് ഇത്രയും വേക്കൻസി വരികയാണെങ്കിൽ അഗ്നിവീർ ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളൊരു ന്യൂട്രൽ ഫോമിലാണ് പോവുക. കാരണം ഇത്രയും വേക്കൻസി വരുന്ന സമയത്ത് നോർമലി 1 ലക്ഷം വേക്കൻസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ 1,30,000 വേക്കൻസി തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം നമുക്കൊരു 65,000-ന്റെ അടുത്ത് വേക്കൻസി എങ്കിലും എന്ത് ഉണ്ടാവും നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും വേക്കൻസി വരികയാണെങ്കിൽ നോർമലി നമുക്ക് SSC GDയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വേക്കൻസി 60,000-ന്റെ അടുത്തൊക്കെ വേക്കൻസിയാണ് മാക്സിമം നമുക്ക് ലഭിക്കാറുള്ളത്. അതായത് ജനറലി അഗ്നിവീർ അല്ലാതെ ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. ജനറൽ എന്ന് പറയുമ്പോൾ OBC, SC, ST, അഗ്നിവീർ അല്ലാത്ത നോർമൽ സിവിലിയൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഇത്രയും വേക്കൻസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ പഠിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. കാരണം ഇത്രയും വേക്കൻസി അവിടെ ഉണ്ടെങ്കിൽ അടുത്ത വർഷം അഗ്നിവീർ വന്നാലും ഇല്ലെങ്കിൽ അത് നമ്മളെ ഇമ്പാക്ട് ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീടുള്ള കാര്യങ്ങൾ ഇങ്ങനെ തന്നെ വേക്കൻസി കൂടാതെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ്, നിങ്ങൾ GDക്ക് വേണ്ടി പഠിക്കാൻ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നടക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പഠിച്ചു പാസ്സായി എന്നുള്ളതിന്റെ ഞാൻ ആ ഒരു മെത്തേഡിലല്ല. കാരണം ഞാൻ വളരെ ഷോർട്ട് ടൈമിലാണ് ഇതൊക്കെ റീഡ് ചെയ്ത് നോക്കാറുള്ളത്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു എക്സാക്ട് ലെങ്ത് ഉള്ള, അതായത് കൃത്യമായിട്ട് നമുക്ക്
ഒരു ഫുൾ കൂടുതൽ മാസങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ക്ലാസിന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള പഠിക്കാനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനലൊക്കെ അത് ജോയിൻ ചെയ്തിരുന്ന അവിടെ ലഭിക്കും. എന്തായാലും പഠിക്കാനുള്ള ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ അതിൽ ബുദ്ധിമുട്ടണ്ട. എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചത് കൃത്യമായിട്ട് തലച്ചോറിൽ ഉറപ്പിച്ച് നിർത്താന്നൊക്കെ ഉള്ളതിന്റെ ബേസിന്റെ ഐഡിയയിൽ ബേസിന്റെ ഒരു ലുക്കിൽ തന്നെ എങ്ങനെ അതിന്റെ ഒരു ബേസ് മുതൽ പഠിച്ചു വരാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ലെവലിൽ തന്നെ കൃത്യമായിട്ട് എങ്ങനെ പഠിച്ചു വരാന്നുള്ളതിന്റെ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇതിനു വേണ്ടി പഠിക്കുക. അഗ്നിവീർ ഇപ്പോ വന്നാൽ തന്നെ ഇത്രയും വലിയൊരു വേക്കൻസി ഉണ്ടെങ്കിൽ അത് ഇമ്പാക്ട് ചെയ്യത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം വലിയൊരു വേക്കൻസി ഉണ്ട്. നോർമലി അഗ്നിവീർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പക്ഷെ 1 ലക്ഷം വേക്കൻസി അഗ്നിവീർ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും, സത്യമാണ്. പക്ഷേ ഇൻ ദി കേസ് ഓഫ് ഇത്രയും വേക്കൻസി വരുത്താനുള്ള കാരണം എന്തായിരിക്കും? ഈ വേക്കൻസി എന്തായാലും വരും എന്നുള്ള ഉറപ്പാണ്. കാരണം അഗ്നിവീർ വരുന്ന സമയത്ത് ഇത് വരും എന്നുള്ള ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്, അഗ്നിവീർ വരുമ്പോൾ 50,000 വേക്കൻസി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ജോലി ഇല്ലാണ്ടാവും. ഇപ്പം നിങ്ങളൊരു പ്രൊട്ടസ്റ്റ് കണ്ടിയാണല്ലോ. ഞാൻ വീണ്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ മറ്റുള്ള പാർട്ടിനെയോ അല്ലെങ്കിൽ മതത്തിനെയോ ഇതിനോ ഒന്നിനും സപ്പോർട്ട് ചെയ്ത് പറയില്ല. സ്റ്റുഡൻസിന്റെ കേസിൽ മാത്രമാണ് നമ്മൾ ഈ ചാനൽ സംസാരിക്കാറുള്ളത്. സോ അഗ്നിവീർ ഇങ്ങനെ വരാതാക്കി കഴിഞ്ഞാൽ GDന്റെ കുട്ടികളൊക്കെ വലിയ രീതിയിൽ കുഴപ്പമുണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഒരു ലിമിറ്റിൽ കൂടുതൽ എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പൊരുതാനായിട്ട് തുടങ്ങും. അത് ഒഴിവാക്കാനായിട്ട് വലിയൊരു വേക്കൻസി എന്തായാലും റിപ്പോർട്ട് ചെയ്യാനായിട്ട് തന്നെയായിരിക്കും ഗവൺമെന്റ് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് സിമ്പിളി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും വേക്കൻസി എന്തായാലും വരും. ഇത്രയും വേക്കൻസി അഗ്നിവീർ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ജിങ്കാലാല എന്നുള്ളൊരു അവസ്ഥ തന്നെ ഉണ്ടാകും. സത്യമാണ്. വലിയൊരു ധമാക്ക അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് തന്നെയായിരിക്കും ആ ഒരു സംഭവം എന്നുള്ളത് സത്യമാണ്. പക്ഷേ നോർമലി നമുക്ക് തരുന്ന ഒരു 50,000 ആ ഒരു ലെവൽ വേക്കൻസി എന്നുള്ളത് എന്ത് ചെയ്യുന്നു, അതേ സ്റ്റെബിലിറ്റിയിൽ നിലനിർത്തിക്കൊണ്ട് അഗ്നിവീറിന് അതിന് സ്പ്ലിറ്റ് ചെയ്ത് അതേ വേക്കൻസി 50,000 തന്നെ എന്ത് ചെയ്യുന്നു അഗ്നിവീറിന് കൊടുക്കുക. അല്ലെങ്കിൽ അഗ്നിവീർ ചിലപ്പോൾ അത്ര പേര് ഇല്ലാന്നാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളം എന്ന സ്റ്റേറ്റിൽ ഒരു 1000 വേക്കൻസി വരികയാണെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിൾ മാത്രമാണ്. 1000 വേക്കൻസി വരികയാണ്. 1000 വേക്കൻസി വന്ന സമയത്ത് ഇതിൽ 500 വേക്കൻസി നോർമൽ കാൻഡിഡേറ്റിനും 500 വേക്കൻസി അഗ്നിവീറിനും വേണ്ടി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതിൽ 500 വേക്കൻസി എന്ത് ചെയ്തു, നോർമൽ കാൻഡിഡേറ്റ് ഫില്ലാവുന്നു. ഇവിടെ ഏകദേശം 300 പേരെ ഉള്ളൂ എന്നാണെങ്കിൽ ബാക്കി 200 പേര് ഇവിടെ വീണ്ടും ബാക്കിയാണ്. ഈ 200 വേക്കൻസി അടുത്ത തവണത്തേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള അഗ്നിവീറിലേക്കോ മാറ്റിയിടാനും ഗവൺമെന്റിന് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ വലിയൊരു ഹ്യൂജ്, ഇത് ഞാനൊരു ഡെമോക്ക് വേണ്ടി മാത്രം, ഏകദേശം ഒരു ഐഡിയക്ക് വേണ്ടി മാത്രം പറഞ്ഞു. അങ്ങനെ തന്നെ അവർ പ്രവർത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തായാലും ഇത്രയും വലിയൊരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഹൈ ചാൻസ് തന്നെയാണ്. അടുത്ത GD കോൺസ്റ്റബിളിനെ റിപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം യൂത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഞാനിപ്പോൾ അടുത്ത് നമ്മുടെ ഇതിന് പോയിട്ടുണ്ടായിരുന്നു, ഗ്രാമസഭക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാനന്ന് കയറി നോക്കിയത് ആ സമയത്ത് പോയപ്പോൾ നമ്മുടെ യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഭവം അവിടെ പറയുന്നില്ല. യൂത്തിന് വേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. പിന്നെ ഞാനായിട്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. എൻ്റെ നാട്ടിലുള്ളത് പോയാൽ ഞാനായിട്ട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. കാരണം ഒരാൾ പോലും യൂത്ത് നിന്ന് അവിടെ വന്നിട്ടില്ല. എല്ലാം തലനരച്ച് അവരെ കളിയാക്കുമെന്നല്ല, അവർക്ക് വേണ്ട ബഡ്ജറ്റ് കാര്യങ്ങൾ അത് ഇത് എല്ലാം അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നു. യൂത്ത് എങ്ങനെ നാട്ടിൽ നിൽക്കണം, കാര്യങ്ങൾ ഇതൊന്നും പറയുന്നില്ല. അപ്പോൾ അത് തന്നെ ഇവിടെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ആകെയുള്ള യൂത്തിനുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇതാണ്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും കൊട്ടി അടക്കപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇതിലും കൂടി ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തായാലും പ്രതിഷേധം ഉണ്ടാകും. അല്ലെങ്കിൽ കുട്ടികൾ ഇതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെങ്കിലും പ്രതിഷേധിക്കാതിരിക്കില്ല കുട്ടികൾ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, വലിയൊരു വേക്കൻസി വിളിച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു നിഗമനത്തിലേക്കായിരിക്കും ഗവൺമെന്റ് പോകാനുള്ള സാധ്യത കൂടുതലും. അപ്പോൾ ഇതിന്റെ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല. അതൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, എനിക്കും ആർക്കും ലഭിക്കത്തില്ല. എന്തായാലും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് സന്തോഷപരമായിട്ടുള്ള ഒരു വാർത്ത തന്നെ, അല്ലെങ്കിൽ സന്തോഷപരമായിട്ടുള്ള കാര്യമായിട്ട് തന്നെ ഇതിനെടുക്കാൻ സാധിക്കും. അതായത് കൂടുതൽ വേക്കൻസി അടുത്ത GD കോൺസ്റ്റബിളിന് വരും. ഞാൻ വീണ്ടും മക്കളെ പറയാണ്, പഠിക്കുക. നമ്മുടെ ലൈഫ് ട്രാക്ക് ക്ലാസിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പ് ചാനലുണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിൽക്കാവുന്നതാണ്. പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഒറ്റയടിക്ക്, അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്ലാനോ സ്ട്രക്ചറോ, നിങ്ങൾ ഇൻ കേസ് അക്കാഡമി പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാന്നാണെങ്കിൽ പഠിക്കാനുള്ള ഒരു പ്ലാനോ സ്ട്രക്ചറോ ഒന്നും ഇല്ലാന്നാണെങ്കിൽ നേരത്തായ നമ്മുടെ ഞാൻ പറഞ്ഞ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾക്ക് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണെങ്കിൽ പോലും എങ്ങനെ പഠിക്കണം, എന്താണ് അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് കയറാൻ പറ്റുന്നുള്ളത് 99% ഉറപ്പാണ്. 100% ഉറപ്പ് തരാൻ നമ്മൾ ആരുമല്ല. കാരണം മറ്റ് ടെക്നിക്കൽ ഇഷ്യൂ കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അത്രയും ഉറപ്പുള്ള കാര്യമാണ്. അത് ആ ഒരു പാറ്റേണിൽ നിങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് പഠിച്ചു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പാറ്റേണിൽ ഏതൊരു പാറ്റേൺ ഉണ്ടാക്കിയാലും അത് നല്ലൊരു പാറ്റേൺ ആണെങ്കിൽ അങ്ങനെ പഠിച്ചു പോയാൽ ഉറപ്പായിട്ട് കിട്ടുന്ന ആർക്ക് വേണ്ടിയെങ്കിലും പറയാൻ സാധിക്കും. കാരണം അത്രയും കൺഫേം ആണ്. നിങ്ങൾ സിലബസിലുള്ള എല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിൽ തടയാൻ വേണ്ടിയിട്ട് മറ്റാർക്കും സാധിക്കത്തില്ല. പിന്നെ എന്തെങ്കിലും
പിൻവാതിൽ നിയമനം അത് ഇതൊക്കെ നടന്നാലേ നിങ്ങൾ തടയാൻ സാധിക്കത്തുള്ളൂ. അത് SSC പോലുള്ള ഇത് GD യിലൊന്നും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. നല്ല വേക്കൻസി ഉണ്ട്, നല്ല മാർക്ക് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ 1-2 വേക്കൻസി എങ്ങനെയും പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ അതിലും കൂടുതൽ വേക്കൻസി അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ആളെ ഫില്ല് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങളെ മാറ്റി ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നിർത്താനൊന്നും പറ്റത്തില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ജോലി കിട്ടാനുള്ള സാധ്യത ഉറപ്പാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കൺഫേം ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മുതൽ ദൃഢപ്രതിജ്ഞ എടുത്ത് GDക്ക് വേണ്ടി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതേ വലിയൊരു വേക്കൻസി മുമ്പിലേക്ക് വരുന്നുള്ളത് നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം ഇത്ര നേരം ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അത്രയും വലിയൊരു വേക്കൻസി വരാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. ഇനി ഇൻ കേസ് ഈ ഒരു വാർത്താ മാധ്യമങ്ങൾ പറയും, നമുക്ക് എല്ലാ വാർത്താ മാധ്യമം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലല്ലേ എവിടത്തെയാണെങ്കിലും വാർത്ത, എസ്പെഷ്യലി ഇന്ത്യയിലെ നമ്മുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാവുന്നതാണ് വളരെ ഡൗണിലാണുള്ളത്. അപ്പോൾ ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നിലോട്ടാണെന്നുണ്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്ന എല്ലാ വാർത്തകളും നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാനൊന്നും പറ്റില്ല, സത്യമാണ്. പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ വെറുതെ ഇൻഫർമേഷൻ പടച്ചു വിടാനും പറ്റില്ല, അത് വേറൊരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് CRPF എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞത്, CRPF എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ CRPFൽ മാത്രം ഇത്ര വലിയൊരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇത് ഭയങ്കര വലിയൊരു സംഭവം തന്നെയാവും. അതായത് ജോലി നോക്കുന്ന സേനയിലേക്ക് ജോലി നോക്കുന്ന ഓരോ വ്യക്തികൾക്കും വലിയൊരു അവസരം തന്നെയാണ്. കാരണം ബാക്കിയുള്ള CRPF കഴിഞ്ഞിട്ട് BSF, CISF, ITBP അങ്ങനെയുള്ള ഫോഴ്സിന്റെ വേക്കൻസിയും കൂടി ആടാകുമ്പോൾ വലിയൊരു ഇതായിരിക്കും എൻഗേജ്മെന്റ്, അല്ലെങ്കിൽ വലിയൊരു സംഭവമായിരിക്കും നമുക്ക് ഇതിലുണ്ടാകുക. അല്ലെങ്കിൽ വലിയൊരു വേക്കൻസി വന്നിട്ട് നമുക്ക് ജോലിയിലേക്ക് കയറാനുള്ള വലിയൊരു അവസരമായിരിക്കും അവിടെ തുറക്കുക എന്നുള്ളത് നമുക്ക് കണ്ണുകൂട്ടി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, അങ്ങനെ CRPFൽ മാത്രം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതാണ് ഞാൻ ഇപ്പം പറഞ്ഞത്, പ്രസ് ഫ്രീഡം ഇൻഡെക്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞത്, അതാ പറഞ്ഞത്. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വേക്കൻസി വരുന്നുള്ളത് നമ്മളിപ്പം അനലൈസ് ചെയ്തതിന്റെ ബേസിൽ ഗവൺമെന്റ് ഈ ഒരു മോഡറേറ്റ് തീരുമാനം, അതായത് ഇത്രയും വേക്കൻസി ഇവിടെ 50% എന്ന് പറഞ്ഞിട്ട് നമുക്ക് അഗ്നിവീറിനും നോർമൽ കാറ്റഗറിക്കും വേണ്ടി പോവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് നോർമലി നമുക്ക് 50% ജനറൽ കാറ്റഗറിക്ക് എത്രയാണോ എല്ലാ തവണയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ എല്ലാ വർഷവും 10 വേക്കൻസി ഉണ്ട്. അപ്പൊ അഗ്നിവീർ വന്നു കഴിഞ്ഞാൽ അത് 5 വേക്കൻസി ആവുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നമാവും. ബാക്കി 5 പേർക്ക് ജോലി കിട്ടാണ്ട് അവിടെയാവും. അപ്പോൾ അതിനെന്ത് ചെയ്തു ഗവൺമെന്റ്, 20 വേക്കൻസി ആക്കും. 20 വേക്കൻസി ആക്കിയിട്ട് നോർമലി എന്ത് ചെയ്യും, അല്ലെ 20-25 നോർമലി എന്ത് ചെയ്യും, അതിന്റെ പകുതി വേക്കൻസി എന്ത് ചെയ്യും, ജനറൽ കാറ്റഗറി ജനറലിയുള്ള കുട്ടികൾക്ക് നൽകും. അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാകും. നോർമലി കിട്ടുന്ന 10 വേക്കൻസി നമുക്ക് കിട്ടുന്നുണ്ട്, അപ്പൊ അഗ്നിവീറിന് ബാക്കിയുള്ള വേക്കൻസി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷെ ഇത് മുമ്പോട്ട് പോകുമ്പോൾ എന്തായാലും ഇഷ്യൂ ആകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതിന് മറ്റെന്തെങ്കിലും വഴി കാണേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന മറ്റൊരു കാര്യം തന്നെയാണ്. സോ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സംഭവമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങളുടെ സംശയവും ആശങ്കയും കാര്യങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പറയാം. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള, അതായത് നമുക്ക് ഈ ന്യൂസ് പേപ്പറിൽ അവിടെ ഇവിടെ മാത്രം കിട്ടിയാൽ പോരാ, മറ്റ് രേഖകളൊക്കെ പുറത്തു വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ MHന്റെ കീഴിൽ നിന്ന്, മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ നിന്നൊക്കെ രേഖകൾ വരണം. പിന്നെ നോഡൽ ഫോഴ്സിന്റെ കീഴിൽ നിന്ന് എവിടെന്നെങ്കിലും രേഖകളോ കാര്യങ്ങളോ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു അപ്ഡേറ്റും കൃത്യമായി GDന്റെ ഒക്കെ ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും ഇവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. മുമ്പ് കയറിയവരടുത്തൊക്കെ ജോലി കയറിയവരടുത്ത് ചോദിച്ചാൽ മതി. എല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് വരുന്ന സമയത്ത് ഡേ ബൈ ഡേ നമ്മൾ നൽകാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റഡി പ്ലാനിന്റെ കാര്യം മറക്കണ്ട, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഠിക്കാനുള്ള മെറ്റീരിയലും കാര്യങ്ങളും ടൈം ആവുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് കഴിഞ്ഞ തവണയും യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, പറഞ്ഞതുപോലെ തന്നെ. സോ ഇനി ഒരു അപ്ഡേറ്റ് വന്നാൽ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. താങ്ക് യു.